നന്ദന നാരായണൻ എന്നാണ്. ഞാൻ ഒരു ഗുരുവായൂരുകാരിയാണ്. സ്റ്റഡീസൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കമ്പനിയിൽ. അപ്പോൾ നമ്മുടെ ചാനലിൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നുന്ന എല്ലാ വീഡിയോസും ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതൊരു ചെറിയൊരു ഇൻട്രോ വീഡിയോ ആണ്. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് വ്ളോഗും കൂടിയാണ്. അപ്പോൾ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചെറിയൊരു വണ്ടി ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളായിട്ട് ഫസ്റ്റ് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമ്മളങ്ങനെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഗുരുവായൂർ തൃശ്ശൂരിലോട്ടാണ് പോണേ. അവിടേക്ക് എല്ലാവരും വന്ന് അവിടെ നിന്നാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണേ. 2 ആൾക്കാർ എത്തിയിട്ടുണ്ട്. ബാക്കി എല്ലാവരും വന്ന് നമ്മൾ 2 കാറായിട്ടാണ് പോണത്. ഇനി എങ്ങോട്ടാണ് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പാലക്കാട് അടുത്തുള്ള കൊല്ലങ്കോട് എന്ന ചെറിയൊരു ഗ്രാമത്തിലേക്കാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കണേ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കാണാം. അങ്ങനെ ഞങ്ങളിതൊരു ഹോട്ടൽ കണ്ടപ്പോൾ വണ്ടി സൈഡാക്കി. കാരണം നമ്മൾ മോർണിംഗ് നേരത്തെ ഇറങ്ങിയ കാരണം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഞങ്ങൾ വീണ്ടും വണ്ടി കയറി യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പം മഴ പെയ്തുകൊണ്ടിരിക്കണ കാരണം തന്നെ എല്ലായിടത്തും വെള്ളവും പിന്നെന്താ പറയുക ഭയങ്കര പച്ചപ്പായിരുന്നു. കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. നമ്മളിങ്ങനെ റോഡിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 2 സൈഡിലുണ്ടാവുന്ന ഒരു വ്യൂ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ കൊല്ലങ്കോട് എന്ന് പറഞ്ഞ പ്ലേസിലേക്ക് പോണേ. ഞാൻ ഇതുവരെയായിട്ടും പോയിട്ടില്ല. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ ഭയങ്കര ക്യൂരിയോസിറ്റി, എക്സൈറ്റ്മെൻറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എനിക്ക് പിന്നെ ഇങ്ങനെ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള പഴയ തറവാടുകൾ അങ്ങനെയൊക്കെയാണ് വന്ന് വെച്ചാൽ ഇവിടെ വന്ന് നോക്കിയപ്പോൾ വലിയ വലിയ മതിൽ കെട്ടിയ വീടുകൾ അങ്ങനത്തെ സെറ്റപ്പ് ആയിരുന്നു. എന്തായാലും കാണാനായിട്ട് ടോട്ടലി നല്ല രസമായിരുന്നു. പിന്നെ വിശന്നപ്പോൾ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ബിങ്കോയൊക്കെ കഴിച്ചു. മഴ പെയ്യുമെന്നുള്ള കാരണം ഇങ്ങനെ ഒരു മഴക്കാറ് ചെറുതായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. മഴയൊന്നും പെയ്തില്ല. പിന്നെ ഞങ്ങളുടെ ഒരു സീനിയർ ബോസിൻ്റെ വീട്ടിൽ ഞങ്ങൾ പോയിരുന്നു. ആളുടെ വീട് നെന്മാറ സൈഡിലടുത്തായിരുന്നു. അപ്പം നമ്മൾ അവിടെയും കൂടി കയറി സാറിനെയൊക്കെ കണ്ടു. അങ്ങനെ ഇപ്പം നമ്മളിതാ കറക്റ്റ് നെന്മാറ എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ കൊല്ലങ്കോടേക്കുള്ള വഴി ചോദിക്കുകയായിരുന്നു അച്ചാച്ചന്മാരുടെ അടുത്ത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ അയ്യപ്പേട്ടൻ്റെ കടയിലേക്ക് എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവും. നമ്മുടെ ഹൃദയം മൂവിയിൽ പ്രണവും കല്യാണിയും കൂടി ബൺ പൊറാട്ടയും ബീഫും കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന കടയിൽ ആ കടയാണ് കേട്ടോ അത്. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. നമ്മളവിടെ ക്യൂ നിന്നിട്ടൊക്കെ വേണം ഫുഡ് കഴിക്കാനായിട്ട് കയറാൻ. നമ്മൾ ഉച്ച ടൈമിലായിരുന്നു പോയത്. നല്ല തിരക്കായിരുന്നു. ഇങ്ങനെ പണിയെടുക്കണ കുറേ ആൾക്കാർ അല്ലാണ്ട് ഫാമിലീസായിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു. അപ്പം നമ്മളിത് അവിടെ എഴുതി വെക്കുകയാണ്. നമുക്ക് ഇത്ര പ്ലേസ് വേണം, നമുക്ക് ഇത്ര ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടി ഇത്ര പ്ലേസ് വേണം എന്നുകൊണ്ട് അവരെ എഴുതിയിടണം. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങളിത് വീണ്ടും ഇറങ്ങി. നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അധികം വെയിലും ഇല്ല മഴയും ഇല്ല. അങ്ങനെ പറ്റിയ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ സീതാർകുണ്ട് എന്ന് പറഞ്ഞൊരു പ്ലേസിലേക്കാണ് പോണേ. അപ്പോൾ ആ പോണ വഴിക്ക് താമരപ്പാടാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ കുറേ ചേച്ചിമാരിത് ഞങ്ങൾക്ക് ടാറ്റയൊക്കെ തന്നു. താമരപ്പാടൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ, കാരണം താമരയുടെ ഒരു സീസൺ അല്ല എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ്. അപ്പോൾ നമ്മളിത് സീതാർകുണ്ട് എന്ന ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. വെള്ളച്ചാട്ടമാണ് കേട്ടോ അവിടെ മെയിനായിട്ട് എന്ന് പറയുമ്പോൾ. ഇങ്ങനെ പാറകൾക്കിടയിലൂടെയൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സെറ്റപ്പായിരുന്നു. കാണാനായിട്ട് നല്ല രസമായിരുന്നു. പോണ വഴി എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് മുന്നേ വണ്ടിയും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്ത് നമുക്ക് ഉള്ളിലോട്ട് കുറച്ച് നടക്കാനായിട്ടുണ്ട്. കുറച്ച് കയറ്റും അങ്ങനെ നല്ല പാറക്കെട്ടുകളുടെ ഇടയിൽ കൂടെയൊക്കെ നടക്കാനായിട്ട്. തിരക്കുണ്ടായിരുന്നോ ചോദിച്ചു കഴിഞ്ഞാൽ വലിയ തിരക്കില്ല. എന്നാലും നമ്മൾ സാറ്റർഡേ പോയ കാരണം കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല വ്യൂ ആയിരുന്നു. ഇതേ അവിടെ കുറേ ചേച്ചിമാരൊക്കെ വെള്ളത്തിൽ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ഇറങ്ങണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊന്നും കയ്യിൽ എടുക്കാത്ത കാരണം ഞങ്ങൾക്ക് ഇറങ്ങാനൊന്നും പറ്റിയില്ല. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. 2 സൈഡും പാറക്കെട്ടായിട്ട് അതിൻ്റെ സൈഡിലൂടെയൊക്കെ ഇങ്ങനെ വെള്ളം വന്നിട്ട് വീഴുന്ന രീതിയിലൊരു കുണ്ടിലേക്കാണ് ലാസ്റ്റ് ആ വെള്ളം വന്ന് വീഴുന്നത്. അതാവും സീതാർകുണ്ട് എന്നുള്ളൊരു പേര്. അപ്പോൾ നമുക്ക് കാലിട്ട് കളിക്കാനേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊന്നും കൊണ്ടുപോയില്ലല്ലോ. അപ്പോൾ നല്ല വിഷമം ഉണ്ടായിരുന്നു. ഇനി എന്തായാലും പോകുമ്പോൾ എന്തായാലും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് പോകണം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറേ ആൾക്കാരിങ്ങനെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളും വിചാരിച്ചു ചിലപ്പോൾ മുകളിൽ പോയി കഴിഞ്ഞ് ഒന്നും കൂടി നല്ല വ്യൂ ഉണ്ടാവും എന്ന് വെച്ചിട്ട് ഞങ്ങളിതാ 2 ചേച്ചിമാരായിട്ട് കയറിക്കൊണ്ടിരിക്കുക. ബാക്കിയുള്ളവരോടൊക്കെ അവിടെ നിന്നോളാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ ചെറുതായിട്ടൊരു ട്രക്കിംഗ് എന്നുള്ള രീതിയിൽ
കാണുമ്പോൾ തന്നെ ഇങ്ങനെ ആൾക്കാരൊക്കെ വരണുണ്ട് ഇങ്ങനെ ഇതൊക്കെ വള്ളിയൊക്കെ ഇങ്ങനെ പിടിച്ച് മാറ്റിയിട്ടൊക്കെ വരണം. അപ്പം നമ്മളും ഒരാഗ്രഹം അങ്ങനെ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ വന്ന വഴി മറക്കരുത് കേട്ടോ ഞാൻ പറയുന്നത്, കാരണം വന്ന വഴി നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാനിതാ എന്തൊക്കെയോ വണ്ടിയിൽ മുകളിൽ കൂടിയൊക്കെ പിടിച്ചിട്ട് മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലത്തെ ഒന്നും പറയാൻ പറ്റില്ല, പേടിക്കാനൊന്നുമില്ല, നമ്മളങ്ങനെ ജസ്റ്റ് വെറുതെ അങ്ങനെ കയറി പോകണമെന്ന് മാത്രം. നല്ല രസമുണ്ടായിരുന്നു. പാറക്കെട്ടുകളുടെ നടുക്കൂടെ ഒരു വഴിയായിരുന്നു അവിടേക്ക്. ഇതേ കണ്ട ആളുകളൊക്കെ അവിടെ നിന്ന് കണ്ടിട്ട് ഇറങ്ങി വരുമായിരുന്നു. അങ്ങനെ ലാസ്റ്റ് വെള്ളം വന്നിട്ട് നിന്നിട്ട് മുകളിൽ നിന്ന് ഒഴുകി വന്ന് വരണ സ്ഥലത്തേക്കാണ്. മുകളിൽ നമുക്ക് ലാസ്റ്റ് പോകാൻ പറ്റുന്ന സ്ഥലമാണ് ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം. അതേ കണ്ടില്ലേ, അവിടെയാണ് ആ പാറ. നമുക്ക് ഇനി മുകളിലേക്ക് വെള്ളം വരണമെന്ന് കാണാൻ പറ്റില്ല. ഇവിടെ നിന്നാണ് വെള്ളം വന്നിട്ട് ആ കുണ്ടിലോട്ട് ഒഴുകണേ. ലാസ്റ്റ് നമ്മൾ അവിടെ നിന്ന് അങ്ങനെ വയ്യാണ്ട് റിട്ടേൺ അടിച്ചു. ഒരു ഊഞ്ഞാലൊക്കെ അവിടെ കെട്ടിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മുകളിലൊക്കെ വന്ന് ആടി. നമ്മൾ വഴിയായിട്ട് കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും നെക്സ്റ്റ് ഡെസ്റ്റിനേഷനും പോണ വഴി കണ്ട ഒരു കാഴ്ചയാണിത്. പ്രാചീനമായിട്ടുള്ളൊരു ഓലയൊക്കെ മേഞ്ഞിട്ടുള്ളൊരു കുടിൽ. അത് ചെല്ലേപ്പേട്ടൻ്റെ കട എന്നാണ് അറിയപ്പെടുന്നത്. ചായക്കടയായിരുന്നു. നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കുറച്ച് ലേറ്റായിട്ടാണ് കഴിച്ചത്. അപ്പോൾ ചായയും കൂടി കുടിക്കാനുള്ള വയറുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തൊന്നും കഴിച്ചില്ല. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വന്നിട്ട് ചിങ്ങഞ്ചിറ ആയിരുന്നു. അങ്ങനെ ചിങ്ങഞ്ചിറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രകൃതി ക്ഷേത്രമാണ്. ഒരു ചെറിയാണ്. വെള്ളം എന്ന് പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അത് നേരെ പിന്നെ വന്ന് കയറി ഈ അമ്പലത്തേക്കാണ്. നല്ല ഭംഗിയാണ് ഈ അമ്പലം കാണാൻ കേട്ടോ. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് എത്രത്തോളം അത് ഇതിലേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ്. കുറേ ഇങ്ങനെ ഒരു വലിയൊരു മരത്തിൻ്റെ മുകളിൽ കുറേ വള്ളികൾ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കുകയാണ്. അത് കാണാനായിട്ട് നല്ല ഭംഗി. പിന്നെ വലിയ വലിയ മരങ്ങൾ ഇങ്ങനെ ശാഖകളായിട്ട് മാറിയിരിക്കുക. അവിടെ ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതൊക്കെ അവർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ അതൊരു നായ കയറിയിരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ അതൊരു അണ്ണാൻ അവിടെ കിടന്നിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ അണ്ണാൻ്റെ വീഡിയോ എടുത്തു. പിന്നെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വന്നിട്ട് നെല്ലിയാമ്പതി പോണ റൂട്ടിൽ പോത്തുണ്ടി ഡാമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കുതിരസവാരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ നമ്മളെ വിളിച്ചു, കാരണം നമുക്ക് പോകാൻ പറ്റിയില്ല, കാരണം 6:30 വരെ ഉണ്ടായിരുന്നുള്ളൂ ഡാം. അപ്പോൾ നമ്മൾ ഇതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കയറിയിട്ട് നമുക്ക് കാണാനും കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പോൾ ഞങ്ങൾ വേഗം ടിക്കറ്റ് എടുത്ത് ഡാമിൻ്റെ ഉള്ളിലേക്ക് കയറി. കാണാനായിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. 2 സൈഡിലും കുറേ സ്റ്റാച്യൂസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ആൾക്കാർ കുറച്ച് കുറവാണ് തോന്നുന്നു, കാരണം ഇതാ നേരെ കണ്ണില്ലേ, അവിടെ നിന്ന് ഇങ്ങനെ ആൾക്കാർ, അത് ഡാമിൻ്റെ മുകളിലേക്കുള്ള വഴിയാണ് കേട്ടോ. കുറേ സ്റ്റെപ്പ് കയറാണ്ടായിരുന്നു. കയറി ഞങ്ങൾ ഒരു വിധമായി എല്ലാവരും. അങ്ങനെ എല്ലാവരും ഇറങ്ങി വരികയാണ് ഡാമൊക്കെ കണ്ടിട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറി പോണേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളിതാ കയറി അതിൻ്റെ മുകളിലോട്ട് എത്തി. ആ ഒരു വ്യൂ കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എല്ലാവരും കൂടി പിന്നെ പോണ വഴി തൃശ്ശൂർ ഒരു ഹോട്ടലിൽ കയറി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. അങ്ങനെ എല്ലാവരും പിരിഞ്ഞു. നമ്മൾ 1 ഡേ ട്രിപ്പ് നന്നായി എൻജോയ് ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.